പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ മാസം 20 ശനിയാഴ്ച. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥ, ഇന്നത്തെ ഈ ദിവസം തന്നതിനോർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്നത്തെ ഓരോ ചിന്തയെയും, ഞങ്ങൾ ഇന്ന് പറയുന്ന വാക്കുകളെയും, ചെയ്യുന്ന ജോലികളെയും, പോകുന്ന സ്ഥലങ്ങളെയും, യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും, ഇന്ന ദിവസം കണ്ടുമുട്ടാൻ പോകുന്ന എല്ലാ വ്യക്തികളെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. നാഥ, തിരുരക്തത്തിൻ്റെ കോട്ടയാൽ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം 7-ാം വചനം ഇന്ന് ധ്യാനിക്കാം. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കയ്യിൽ 100 പവൻ സ്വർണം ഉണ്ടായാലും 1 പവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആകുലത മുഴുവനും നഷ്ടപ്പെട്ട ആ 1 പവനെക്കുറിച്ചായിരിക്കും. കാരണം അത് നമ്മുടെ സ്വന്തമാണ് എന്നുള്ളതാണ്. മറ്റുള്ളവൻ്റെ സ്വർണം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഈ ആകുലത ഉണ്ടാകാറില്ല. നാം ഓരോരുത്തരും നഷ്ടപ്പെടുമ്പോൾ സ്വർഗം ഇതുപോലെ വേദനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നാം സ്വർഗത്തിൻ്റെ സ്വന്തമാണ് എന്നുള്ളതാണ്. എത്ര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് നമ്മൾ. കർത്താവേ, മാനുഷികമായ ഞങ്ങളുടെ കുറവുകളെക്കുറിച്ച് ഓരോ നിമിഷവും പശ്ചാത്തപിച്ചുകൊണ്ട് അങ്ങയോട് പറ്റിച്ചേർന്ന് നിൽക്കാൻ, സ്വർഗത്തിലെപ്പോഴും ഞങ്ങളെ പ്രതി സന്തോഷമുണ്ടാകാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.